നമുക്ക് അടുക്കള ജോലിക്ക് എളുപ്പമായ കുറേ കാര്യങ്ങൾ കാണാം. പെട്ടെന്ന് രണ്ട് വിസിറ്റേഴ്സ് വരുമ്പോൾ, വിശേഷ ദിവസങ്ങൾ, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അല്ലെങ്കിൽ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, അല്ലെങ്കിൽ റംസാൻ, ഇങ്ങനെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് ധാരാളം കൂടുതൽ പാചകം ചെയ്യണമല്ലോ. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പ്രയാസമാണ്. ഒന്നുകിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലീൻ ആക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായം തേടി ഇതൊക്കെ ക്ലീൻ ആക്കുക. ഇത് 1/2 കിലോ സവാള തൊലി കളഞ്ഞ് ഇത് വെച്ച് ഞാൻ അടച്ച് അതേപോലെ തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ളത് 1/2 കിലോ സവാള ഇത് ഞാൻ വെള്ളം കഴുകി ഒരു വലിയ പീസാക്കി വലിയ കഷ്ണങ്ങളാക്കി ഞാൻ വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അത് കറുത്തു പോകും. അതിൻ്റെ അടപ്പ് കൊണ്ട് ഇതിൻ്റെ അടപ്പ് ഇതുകൊണ്ടിങ്ങനെ അടയ്ക്കും. അത് കഴിഞ്ഞ് ഇഞ്ചി കുറേ ഒരു 100-150 ഗ്രാം ഇഞ്ചി കൊണ്ട് ആദ്യം ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി അതിൻ്റെ ഈർപ്പമയം കളഞ്ഞിട്ട് വട്ടത്തിലാക്കി ഞാൻ പണ്ടൊരിക്കൽ അടുക്കള ജോലിക്ക് എളുപ്പവഴികൾ എന്നുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചതയ്ക്കാം, അരയ്ക്കാനായിട്ട്, കൊത്തിയരിയാണ്ടിയതിനായിട്ട് ഈ ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 2-3 കൂടം വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് ഇതിൽ വെച്ചാൽ അല്പസമയം എടുക്കും. ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളോ നമുക്ക് ഉപയോഗിക്കാം. സമയം കണ്ടെത്തണം. പിന്നുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഞെടുപ്പോടുകൂടി തന്നെ കഴുകി അതിൻ്റെ ഈർപ്പം കളഞ്ഞിട്ട് ഞെടുപ്പ് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സൈസ് പച്ചമുളക് കൊണ്ട് ഇരിക്കട്ടെ. അത് നമുക്ക് ഞാൻ അടച്ച് ഫ്രിഡ്ജിൽ വെക്കും. ഇതെല്ലാം ഫ്രിഡ്ജിനകത്ത് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുന്നത്, ഇല്ലെങ്കിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് പെട്ടെന്നൊരു സാധനം ഫിഷ് കറി വെക്കാനാണെങ്കിലും, മുട്ടക്കറി വെക്കാൻ, കടലക്കറി വെക്കാൻ, ബീഫോ ചിക്കനോ ഫ്രൈഡ് റൈസോ ബിരിയാണി എല്ലാത്തിനും ഇത് വേണമല്ലോ. മോര് കാച്ചാൻ മുതലിപ്പോൾ ഞാൻ വൈകിട്ടിപ്പം മോര് കാച്ചാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് സംഗതികളെല്ലാം ഉണ്ട്. കുറച്ച് ചുവന്നുള്ളിയും കൂടെ പൊളിച്ച് ഇതേപോലെ കഴുകാതെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നല്ലതായിട്ട് ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നാൽ ഒരാഴ്ച, മോർ ദാൻ 1 വീക്ക് സുഖമായിട്ട് ഫ്രിഡ്ജിനകത്തിരിക്കും. നമുക്ക് കുറേശ്ശെ എടുക്കുക, നമുക്ക് ഉപയോഗിക്കുക. ഇത് ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് കയ്യിലുണ്ടെങ്കിൽ ബാക്കി പെട്ടെന്ന് നമ്മുടെ അടുക്കളയിലെ പാചകം നമുക്ക് തീർക്കാനൊക്കും. അപ്പോൾ ശരി, വൈകിട്ടത്തെ ചപ്പാത്തിക്ക് വേണ്ടി ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. 2 മുട്ടയാണ് എടുക്കുന്നത്. ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചു, പച്ചമുളക് ചേർത്തില്ല, കറിവേപ്പില ഇട്ടു, പൊടികളായിട്ട് ഒരു സവാള അരിഞ്ഞ് വഴറ്റി, 3/4 ഭാഗമേ വഴറ്റിയുള്ളൂ. കാരണം നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞാൽ അത് വെന്ത് കുഴഞ്ഞ് വേറൊരു ടേസ്റ്റായിപ്പോയി. ഉള്ളി വഴറ്റിയതുപോലെ ഉള്ളിയുടെ ക്രഞ്ചി ടേസ്റ്റും കൂടെ വേണം. അതിന് വേണ്ടിയാണ്. അല്പം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണിൻ്റെയും പകുതി മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം ഗരം മസാല, ഉപ്പ്, ഇത്രയും ചേർത്തു. അധികം എരിവും വേണ്ട, അതുകൊണ്ടാണ് ഇത്രയും ലിമിറ്റഡ് സാധനങ്ങൾ ചേർത്തത്. ഇത് ഉള്ളി വഴറ്റിയതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം, അങ്ങനെ സിമ്പിളായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാവുന്നത് പോലുള്ളൊരു മുട്ട റോസ്റ്റാണ്. മോൻ ഈ രീതിയിലുള്ളൊരു മുട്ട റോസ്റ്റാണ്. അധികം എരിവായാൽ കഴിക്കത്തില്ല. ഒരു നുള്ള ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഇതിനകത്ത് ടൊമാറ്റോ ചേർത്തില്ല. ടൊമാറ്റോ ചേർക്കാൻ വേണമെങ്കിൽ സോസ് ചേർക്കും ലാസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു ഇച്ചിരി പാല് ചേർക്കാം. പശുവിൻ പാല് 2-3 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർക്കുകയാണ്. നമ്മൾ 3 പേരുണ്ട്, 2 മുട്ട മതി. രാവിലെ ഹസ്ബൻഡ് ഒരു മുട്ട കഴിച്ചു, അതുകൊണ്ട് ഇനി മുട്ട വേണ്ട. എന്നാലും ഞങ്ങൾ ഹാഫ് എടുക്കും.
ചാറൽപ്പം കൂടെ പറ്റി കഴിയുമ്പോൾ ഉള്ളിയും ആ സമയത്തേക്ക് കുറച്ചുകൂടെ വേകും. വെന്തൊന്നും കുഴഞ്ഞു പോകണ്ട, ആ ഉള്ളിയുടെ ആ ഒരു ക്രിസ്പിനെസ്സും കൂടെ വേണം. ഒന്നുകിൽ സോസ് ചേർക്കാം, ഇല്ലെങ്കിൽ 2 സ്പൂൺ പാൽ, 2 ടേബിൾ സ്പൂൺ പാൽ ചേർക്കാം. മിക്കവാറും പാലായിരിക്കും ചേർക്കുന്നത്, അല്ലെങ്കിൽ അതാണ് കുറച്ചുകൂടെ. ഓരോ ദിവസം മിക്കവാറും മുട്ട റോസ്റ്റ് ആയിരിക്കും വൈകിട്ട് ദിവസങ്ങളിലെ കടലക്കറി, രണ്ടേ ഉള്ളൂ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം സോസ് ചേർക്കും, മറ്റേ ദിവസം പാൽ ചേർക്കും. 2-3 ടേബിൾ സ്പൂൺ പാൽ. ഇത് അല്പസമയം അടച്ചിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി. അധികം എരിവും മസാലയും ഇല്ലാത്ത നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും ബീഫിൻ്റെ കുറേ കഷ്ണങ്ങളും അധികം മസാലയും സ്പൈസസ് ഒന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. അല്പം കഴിക്കാത്തേ ഉള്ളെങ്കിലും ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡിൻ്റെ കൂടെ അതും കൂടെ കൊടുക്കുകയാണ്.